ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വിജയരാഘവന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. എനിക്കറിയാം ഇത് ഭയങ്കര ഡിലേ ആയി എന്നുള്ളത് അറിയാം ഈ ഒരു വീഡിയോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ലീവൊക്കെ എടുത്ത് പോയതിന്റെ ഭാഗമായിട്ട് കുറേ സിനിമകൾ ഇങ്ങനെ ഡിലേ ആയിട്ടുണ്ട്. സോ എന്തായാലും ഔസേപ്പിന്റെ ഒസ്യത്ത് ഇന്നലെ രാത്രി ഞാൻ ആക്ച്വലി കണ്ടു. ഇന്ന് വേറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ഗംഭീര ത്രില്ലർ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നുമല്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഒരുപാട് ഇമോഷൻസ് ഈ ഒരു സിനിമയ്ക്കകത്തുനിന്ന് ഈ ഒരു കഷ്ടി 2 മണിക്കൂർ സിനിമയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് വളരെ ഗംഭീരമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ലൊക്കേഷൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഗംഭീര എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗംഭീര കട്ട്സ് ഒക്കെ വെച്ച് ഗിമ്മിക്സുകളൊക്കെ കാട്ടി അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. വളരെ നാച്ചുറൽ ആയിട്ട് വളരെ എന്താ പറയുക റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഫസൽ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഗംഭീരമായിട്ട് ആളത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. അങ്ങേരുടെ ഈ പടത്തിനകത്തുണ്ടല്ലോ ഓരോ ക്യാരക്ടേഴ്സും എഴുതി വെച്ചിരിക്കുന്നത് പീക്ക് ലെവലിലാണ്. എൻ്റെ പൊന്നെ, ഞാൻ അത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറിലേക്ക് പോവും. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും അങ്ങനെ തുറന്നു പറയാൻ പറ്റാത്തത്. അതിലേക്ക് വരാം. അതുപോലെ തന്നെ സംവിധായകൻ ശരത് ചന്ദ്രൻ, അങ്ങേരുടെയും ഇതിന് മുന്നത്തെ വർക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു സിനിമ കാണാൻ കയറിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിജയരാഘവൻ തന്നെയാണ്. വിജയരാഘവൻ, ജഗദീഷ് ഇവരൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഇവര് തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയധികം നന്നായിരിക്കും. ഞാൻ ട്രെയിലർ കണ്ട സമയത്തും അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ ഒപ്പം തന്നെ ട്രെയിലറിനകത്ത് കണ്ട കലാഭവൻ ഷാജോന്റെയും ദിലീഷ് പോത്തന്റെ ഒക്കെ ക്യാരക്ടേഴ്സിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എനിക്ക് വളരെ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു തിയേറ്ററിനകത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ടതെന്നുള്ളതാണ്. അത് വളരെ മെല്ലെ തുടങ്ങി ആ ഒരു പോയിന്റിൽ ഒരു സംഭവം നടക്കും. അതിനുശേഷം ഉണ്ടാവുന്ന ഓരോ ഇമോഷൻസും, ഇത് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒന്നുമല്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് കേട്ടോ ദൃശ്യം മോഡൽ സിനിമ എന്ന്. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ദൃശ്യം പോലെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് എന്താ പറയുക റിലേ അങ്ങോട്ട് കളയുന്ന പരിപാടി, അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഇതിനകത്ത് ദൃശ്യത്തിനോട് എനിക്ക് സാമ്യത തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ദൃശ്യത്തിനകത്ത് ലാലേട്ടന്റെ ക്യാരക്ടർ അനുഭവിച്ചിട്ടുള്ള ഒരു എന്താ പറയുക പലതരം ലെയേഴ്സിലുള്ള പലതരം ഇമോഷൻസ് ഉണ്ട്. ആ ഒരു സംഭവങ്ങൾ ഇതിലെ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്നുണ്ട്. മേ ബി അതായിരിക്കാം എല്ലാവരും ദൃശ്യം മോഡൽ സിനിമ എന്നൊക്കെ കണ്ടവരിറങ്ങി പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ പല സമയത്തും ആ ഒരു രീതിക്കാണ് ഈ ഒരു സംഭവം പോയിരിക്കുന്നത്. പക്ഷെ ക്ലൈമാക്സിലുള്ള അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അത് പ്രഡിക്റ്റ് ചെയ്യാവുന്ന സംഭവങ്ങൾ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുള്ളൂ. പെർഫോമൻസുകളാണ്, അതായത് ആദ്യം എടുത്ത് പറയേണ്ടത്, എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത് കലാഭവൻ ഷാജോൺ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ആളുടെ ക്യാരക്ടറിനാണ് ലേയേഴ്സ് കൂടുതൽ അവതരിപ്പിക്കാനുള്ളത്. അത് ആള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കലാഭവൻ ഷാജോന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ഉണ്ട് അങ്ങേരുടെ ക്യാരക്ടറിന്, അത് പിടിച്ചുകൊണ്ട് അവസാനം വരെ പോയി എന്നുള്ളതാണ്. ദിലീഷ് പോത്തന്റെ ഗ്രാഫിന് കയറ്റിറക്കങ്ങളുണ്ട്. അത് പലതരം ഇമോഷൻസ് ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. കലാഭവൻ ഷാജോണിനുണ്ട് ഈ ഒരു ഇമോഷൻസ് ഒക്കെ. പക്ഷെ ആള് പോലീസ് ഓഫീസർ ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് അങ്ങേരുടെ ക്യാരക്ടറിനുണ്ട്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് കലാഭവൻ ഷാജോണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ ആകെ സ്ക്രീനിനകത്ത് വളരെ കുറച്ച് സമയത്തേ ഉള്ളൂ. അതിനകത്ത് 2-3 ഡയലോഗുകൾ കൊണ്ട് അങ്ങേര് ആ ഒരു പടത്തിൽ മുഴുക്ക നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആളുടെ വൈഫിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇളയ മോനെ കുറിച്ച് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതൊക്കെ ടച്ച് ചെയ്യും നമ്മളെ സംബന്ധിച്ച് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ദിലീഷ് പോത്തന്റെ എടുത്ത് പറയേണ്ട ഒരു ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരു സീക്വൻസിനകത്ത് അമ്മ മരിച്ചതിന് ശേഷം ഇങ്ങേരുടെ സ്ഥാനത്തിനെ കുറിച്ചിട്ട് കലാഭവൻ ഷാജോണിനോട് പറയുന്ന 1-2 ഡയലോഗുകളുണ്ട്. അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു എന്നെ സംബന്ധിച്ച്. ഒരുപാട് രീതിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ എന്നുള്ളതാണ് ആ ഒരു സീക്വൻസുകൾ. അത് കണ്ണ് നിറഞ്ഞു ചോദിച്ചാൽ കണ്ണ് നിറഞ്ഞു തന്നെ വേണം പറയാൻ. കാരണം അത്രയും ഗംഭീരമായിട്ട് അവരത് ആ സ്ക്രീനകത്ത് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം. അതുപോലെ തന്നെ കലാഭവൻ ഷാജോന്റെ നിർവികാരതയുണ്ടല്ലോ, അതായത് എല്ലാം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതൊക്കെ. അത് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നറിയില്ല. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നത്. അതും ക്ലൈമാക്സിൽ ഏറ്റവും അവസാനം എൻഡിങ്ങിനകത്ത് അങ്ങേര് ഒരു നിൽപ്പ് നിൽക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല.
അവിടെ പോലും അങ്ങേർ ആ ഒരു ഫീലിങ്സ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എനിക്കതൊക്കെ കണ്ടൊരു വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു ആ ഒരു സിനിമ അവസാനിക്കുന്ന സമയത്തൊക്കെ. ഈ ഒരു സിനിമാ പ്രേമിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഔസേപ്പിന്റെ ഔസേപ്പ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഞാനും ഏട്ടനും കൂടി ഒരു സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്ത, അതായത് ഞങ്ങള് ഒരുപാട് ദൂരെയൊക്കെ സിനിമ കാണാൻ പോകുന്ന സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പടം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. ഏകദേശം ഞാൻ ശിവദത്തെന്നാണ് കണ്ടത്, തൃശ്ശൂർ ഊരകം ശിവദത്തെന്നാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-22 കിലോമീറ്റർ ഉണ്ട് ആ ഒരു തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. തിരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു 22 കിലോമീറ്റർ ഞങ്ങൾ ഈ കുറെ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് ഉള്ള ചർച്ചയായിരുന്നു. അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ച ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഒരു സിനിമ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള പെർഫോമൻസും ആ ഒരു റൈറ്റിംഗ് മികവുകളും എല്ലാം കൊണ്ട് ആ ഒരു സംഭവങ്ങളെല്ലാം എത്രത്തോളം ഞങ്ങളെ പിടിച്ചിരുത്തി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. എല്ലാവർക്കും ഓൾമോസ്റ്റ് സിനിമാ പ്രേമികളാണ്, റിയലിസ്റ്റിക് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇമോഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് അനുഭവിക്കാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാത്തവർ ഒരു എന്റർടൈനർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ സിനിമയിൽ നിന്ന് ഒന്നും കിട്ടാണ്ടാവില്ല. സോ എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകൾ ചൂസ് ചെയ്ത് കാണുന്നവർ എന്തായാലും തിയേറ്ററിനകത്ത് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ബിഗ് സ്ക്രീനിനകത്ത് ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട് ഈ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണല്ലോ. സോ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.